ഇന്ന് നമുക്ക് മംഗലാപുരം സ്റ്റൈലിൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്രാബ് സുക്ക ഞണ്ട് സുക്ക എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാവേ. ഞാനിവിടെ 1/2 കിലോ ഞണ്ട് മേടിച്ചിട്ട് ഇത് നന്നായിട്ടെല്ലാം ക്ലീൻ ചെയ്ത് ഒരു ചട്ടിയിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനുള്ള ഒരു മസാല തയ്യാറാക്കണം. 1/2 കിലോ അളവിനുള്ള മസാലയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1.5 സ്പൂണ് മുഴുവനോടെയുള്ള മല്ലി എടുത്തിട്ടുണ്ട്, ഒരു 1/4 സ്പൂണ് ജീരകം, ഇതിലേക്ക് കുറച്ച് ഉലുവ അതിവായിപ്പാകാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഉലുവയുടെ അത്രയും തന്നെ അളവിൽ കടുക് എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഒരു 1/2 സ്പൂണോളം പെരുംജീരകം, ഇനി കുറച്ച് കുരുമുളക് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് 2-3 ഗ്രാമ്പു, ചെറിയ ഗ്രാമ്പുവാണെങ്കിൽ ഒരു 4 എണ്ണം എടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി എരിവിനനുസരിച്ച് നമ്മൾ വറ്റൽമുളക് കൂടെ ഇതിലേക്ക് എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്ന് വറുത്തെടുക്കണം. തീ കുറച്ചിട്ടിട്ട് ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത് കേട്ടോ. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പം തീ കുറവ് ഇട്ടിട്ട് കരിഞ്ഞു പോകാതെ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് ഇത് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് എണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു പകുതി സവാള കട്ട് ചെയ്തതും പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി മീഡിയം സൈസിലൊരു സവാളയുടെ പകുതി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമുക്കൊന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇതെല്ലാം നമ്മൾ വറക്കുമ്പം എണ്ണയ്ക്ക് പകരം നെയ്യ് ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങ ഒത്തിരി നമ്മളിപ്പോൾ വറുത്തരയ്ക്കുമ്പോൾ വറക്കുന്ന പോലെ ബ്രൗൺ കളറായിട്ട് വറക്കുകയൊന്നും വേണ്ട. എല്ലാ തേങ്ങയും നന്നായിട്ട് ചൂടായി ഒന്ന് ലൈറ്റായിട്ട് കളർ മാറിക്കഴിയുമ്പോഴത്തേനും നമുക്ക് സ്റ്റവിൽ നിന്നത് മാറ്റി വെക്കാം. ഇനി ആദ്യം നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലി, മുളക്, മസാലക്കൂട്ടുണ്ടല്ലോ, അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ സവാളയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യമേ മസാലകളെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഈ നമ്മൾ സവാളയും വെളുത്തുള്ളിയും തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇതിനി നൈസായിട്ട് പൊടിയരുത്. കുറച്ച് ഇതുപോലെ തരിതരിയായിട്ട് വേണം നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെ ഇതുപോലെ തന്നെ നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഒരു ചട്ടി ചൂടായി കഴിയുമ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ആദ്യമേ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സവാളയും ഒരു തക്കാളിയും, മീഡിയം സൈസിലൊരു തക്കാളിയും ഒരു സവാളയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ആ എണ്ണയ്ക്കകത്ത് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഈ മസാലകളൊക്കെ ചേർത്തിട്ട് നമുക്ക് ചിക്കൻ സുക്കയും തയ്യാറാക്കാം കേട്ടോ. ചിക്കൻ സുക്കയും നല്ല അടിപൊളി ടേസ്റ്റാണ്, ക്രാബ് സുക്കയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത ഞണ്ടൊക്കെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ എല്ലായിടത്തും ആകുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കിത് വേവിക്കാം. ഇനി ഒരു 5-6 മിനിറ്റ് കഴിയുമ്പം ഇതൊന്ന് തുറന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വാളംപുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ വാളംപുളി പിഴിഞ്ഞൊഴിച്ച് ഈ സുക്ക തയ്യാറാക്കാൻ നേരത്ത്. ഈ പുളി പിഴിഞ്ഞൊഴിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലക്കൂട്ടും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഇത് നന്നായിട്ട് ഈ മസാലയ്ക്കകത്ത് കിടന്ന് വെന്ത് ആ വെള്ളമൊക്കെ വറ്റി കിട്ടണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഇനി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നമ്മളിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മസാലയൊക്കെ ഒന്ന് ഡ്രൈ ആയി വരണം. ഇത് കണ്ടോ, മസാലയൊക്കെ ഡ്രൈ ആയി നമ്മുടെ ഞണ്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് കഴിയുമ്പം ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില, കുറച്ചധികം തന്നെ മല്ലിയില ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് മൂടി ഒരു 10 മിനിറ്റ് നമ്മൾ ഈ കറി ഇങ്ങനെ തന്നെ വെക്കണം. അപ്പം ആ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് ആ മല്ലിയിലയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ കൂടെ ഇറങ്ങി അത് കഴിയുമ്പം നമുക്ക് ഈ ഞണ്ട് സുക്ക സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇപ്പോൾ മംഗലാപുരത്തൊക്കെ നമ്മൾ ഈ സീസൺ ഞണ്ട് വരുന്ന സീസണിൽ ഏത് ഹോട്ടലിലൊക്കെ ചെന്നാലും ഇതുപോലെ നമുക്ക് ഞണ്ട് സുക്ക കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. നമ്മൾ വീട്ടിൽ തന്നെ മുളകും മല്ലിയൊക്കെ അരച്ച് തയ്യാറാക്കുന്ന ഞണ്ട് സുക്ക. ഇതുപോലെ തന്നെ ചിക്കൻ സുക്കയും നമുക്ക് തയ്യാറാക്കാം. അതും നല്ല ടേസ്റ്റാണ്. അടുത്ത വീഡിയോ